മാധ്യമപ്രവർത്തകരാണ്, കുറെ കാലമായിട്ടുള്ളവരാണ്. ആ സ്ഥലത്ത് മറ്റാർക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അല്ല, ഇതിൽ നമ്മൾ കാണേണ്ടത് എല്ലാവർക്കും റെസ്ട്രിക്ഷൻ ഉണ്ട്. എല്ലാവർക്കും റെസ്ട്രിക്ഷൻ ഉണ്ട്. അല്ല, അത് കളക്ടർ അത് ക്ലാരിഫൈ ചെയ്തോളാം. അതിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് സന്ദർശിക്കാനോ വാർത്ത ചെയ്യാനോ പറ്റില്ല എന്നാണ് കൃത്യമായി എഴുതിയിരിക്കുന്നത്. അതല്ലാതെ വേറെ ഒരു പബ്ലിക്കിന് വിലക്കില്ല, വേറെ ആർക്കും അതിൽ വിലക്കൊന്നുമില്ല. ഉത്തരവ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. ഉത്തരവിൽ ആൾക്കൂട്ടങ്ങൾക്ക് വിലക്കുണ്ട്. ഈ ചടങ്ങുകൾ നടക്കുന്ന ഓരോ സ്ഥലത്തും പോലീസ് പോയി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആൾക്കാരെ കുറയ്ക്കണം, അനാവശ്യമായ ചടങ്ങുകൾ ഒഴിവാക്കണം, ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നത് ഒരുപക്ഷെ വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ്, ബാറ്റ്സിന്റെയോ അല്ലെങ്കിൽ അമ്പഴങ്ങ തുടങ്ങിയതൊക്കെ അന്വേഷിച്ച് വിഷ്വൽസ് എടുക്കുകയാണെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നവരല്ലേ ചിലതൊക്കെ, പറയരുത്. അല്ല, ഞാൻ പറഞ്ഞത് ഹരിദാസന്റെ കാര്യമാണ്. അല്ല, അങ്ങയോടെ പറഞ്ഞ, ബാക്കി ആരോടും അല്ല. ഹരിദാസന്റെ വാർത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, എന്തായാലും എന്റെ ഓഫീസ് എന്റെ PA കൈക്കൂലി വാങ്ങിച്ചു കള്ളവാർത്ത കൊടുത്ത ആളാണ്. അല്ല, ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല. അല്ലല്ല, അങ്ങയോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോടെ പറഞ്ഞു. അല്ല, ആവട്ടെ. അല്ല, അതാവട്ടെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്. കളക്ടർ വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ, അല്ല കേൾക്കൂ സഹോദര, കളക്ടർ വ്യക്തമാക്കണം, വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെയാണ്. ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത്, ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല. പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ? ഞാൻ അങ്ങയോടാണ് ചോദിച്ചത്, മറ്റൊരു മാധ്യമപ്രവർത്തകരോടും അല്ല. അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല, എനിക്കറിയാലോ അതിൽ ധാരണകളുണ്ട്. അല്ല, എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു എന്ന് കൊടുക്കുമ്പോൾ എന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. മന്ത്രി ഞാൻ എടുത്തു തരട്ടെ? ഞാൻ എടുത്തു തരാമല്ലോ. മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്. അതുകൊണ്ട് അതൊന്നും പറയണ്ട. എന്നിട്ടും ഇത് ചോദിക്കാനുള്ള ധൈര്യം കൊള്ളാം. ഉത്തരവാദിത്വം ഉണ്ടല്ലോ അല്ലേ? ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എവിടെയായി കൈക്കൂലി വാങ്ങിച്ചോ? കൈക്കൂലി വാങ്ങിച്ചോ? നിങ്ങൾ 2 ഡേറ്റ് പറഞ്ഞില്ലേ? എന്റെ PA അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലേ വാർത്ത കൊടുക്കുന്നത്? അതുകൊണ്ട് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾ കൊടുത്ത കള്ള വാർത്ത എന്റെ മുന്നിലുണ്ട്. കള്ളവാർത്ത എന്നെയും എന്റെ ഓഫീസിനെയും കൊടുക്കാൻ ശ്രമിച്ചില്ലേ? പിന്നെ അന്ന് ഹരിദാസിന്റെ വിഷയം, നിങ്ങൾ എത്ര ഫോൺ കോൾ ഹരിദാസിനെ വിളിച്ചു? ഫോൺ ലിസ്റ്റ് പറയാമോ? അല്ല, ആ രീതിയിൽ ഇടപെടണം. അല്ലാതെ വേണ്ട. അതിലവര് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നിങ്ങളുടെ മാപ്പ് വേണ്ട. നിങ്ങളുടെ വേപ്പും അത് എല്ലാരും ശ്രദ്ധിക്കണം. എല്ലാരും ശ്രദ്ധിക്കണം. അല്ല, ജില്ല പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ കളക്ടർ ഇറക്കിയ ഒരു ഓർഡർ അല്ലേ? ആ കളക്ടർ ഇറക്കിയ ഓർഡറിൽ കളക്ടർ പറഞ്ഞ് അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് പറഞ്ഞ എന്താണ്? ഞങ്ങളെ അവിടെ 2023 ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു ഓപ്പൺ ഹാർട്ടോടുകൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ മാറ്റി ഇറക്കാം. പക്ഷെ അത് വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യം എന്താണ് അങ്ങനെ? അതൊന്നും വേണ്ട. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.